ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അന്നേരം ഇന്ന് രാവിലെ നമ്മൾ അടുക്കളയല്ല കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് ഇന്ന് നമ്മൾ പള്ളിയിൽ പോവാണ് കേട്ടോ. മണർകാട് പള്ളിയിൽ നമ്മൾ 8 നോയമ്പ് സമയത്താണ് എല്ലാ വർഷവും മണർകാട് പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. അന്നേരം ഈ വർഷം 8 നോയമ്പിന് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാണ് ഞങ്ങൾ പോയത്. അന്നേരം അവിടെ പോയ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല, കാരണം നേരത്തെ ഞാൻ വീഡിയോയും മണർകാട് പള്ളിയും അതിൻ്റെ ചരിത്രം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പോയി കാണണം കേട്ടോ. അന്നേരം ഇത് കണ്ട, നമ്മൾ ആലപ്പുഴ വഴിയാണ് പോയത് കേട്ടോ. അന്നേരം ഈ കാണുന്നത് പുന്നമടക്കായലാണ് കേട്ടോ. അന്നേരം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ വേണ്ട മണർകാട് പള്ളിയിൽ വന്നു കേട്ടോ. അന്നേരം നമ്മുടെ അടിമ കൊടുക്കുന്നതും നേർച്ച ഇടുന്നതും കുർബാന എഴുതിക്കുന്നതും ഒക്കെ ആയ സ്ഥലമാണ് ആദ്യം കാണിച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയുടെ പുറത്തെ ഒരു ബെഞ്ചാണ് ഇതിൽ കേട്ടോ. അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ നമ്മൾ ഇരുന്നു, പള്ളിക്കകത്ത് കയറി നേർച്ചയൊക്കെ ഇട്ട്, പിന്നെ നമുക്ക് ഇവിടെ ആളുരൂപവും അങ്ങനെ നമുക്ക് ഇപ്പം കയ്യോ കാലോ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് തൊട്ടി അങ്ങനെയൊക്കെ ഇവിടെ ഭയങ്കര അനുഗ്രഹമുള്ളൊരു പള്ളിയാണ് ഈ മണർകാട് പള്ളി കേട്ടോ. അതൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാം. അങ്ങനെ നമ്മൾ എല്ലാ വർഷവും വരുന്ന ഒരു പള്ളിയാണ്. ഈ പ്രാവശ്യം നമുക്ക് നോയമ്പിന് 8 നോയമ്പിന് വരാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞാണ് വന്നത്. അന്നേരം നമ്മുടെ ഒരു വിശ്വാസമാണ് കേട്ടോ. കാരണം ഈ വേദനയുള്ള ഭാഗങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ, ഇപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ചെവി, തല, കൈ, കാല് അങ്ങനെയുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് നേർച്ചയിടും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് പള്ളിക്കകത്ത് കയറി നേർച്ചയൊക്കെ ഇട്ടിട്ട് അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. എൻ്റെ അമ്മയും ആങ്ങളയുടെ കുഞ്ഞും പിന്നെ ടിനോപ്പനും അപ്പൂസും ഉള്ളു കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരേ പോയിട്ടുള്ളൂ. അങ്ങനെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ്. കുറേ സമയമൊക്കെ പള്ളിയിൽ കയറിയിരുന്ന് നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അന്നേരം നമ്മൾ നേരത്തെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് എടുത്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഉള്ള വിശേഷങ്ങളാണ് കേട്ടോ. പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് കുളിച്ച് ദണ്ട അടുക്കളയിലോട്ട് കയറിയിരിക്കുവാന്ന് കേട്ടോ. അന്നേരം ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരം നോക്കിയപ്പോഴാണ് കണ്ടത് എൻ്റെ കാതെ കമ്മലില്ലെന്ന് കേട്ടോ. പിന്നെ ഞാൻ ഇടാനൊന്നും പോയില്ല, ഊരി വെച്ചതായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് പോയത് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത്. അന്നേരം വൈകിട്ട് വന്നിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അന്നേരം ചപ്പാത്തിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സവാളയും പച്ചമുളകും കറിവേപ്പില എല്ലാം ഒന്ന് വഴറ്റുവാണ്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലവണ്ണം ചതച്ചിട്ട് ഒന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, എങ്കിലും നമ്മുടെ കണ്ടൻറ്റ് ഇതൊക്കെ തന്നെയാണ്. അന്നേരം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. എപ്പോഴും ഇത് തന്നെയുള്ളൂ നമുക്ക് പറയാൻ. അന്നേരം ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ കാണുക, അല്ലാതെ ഇപ്പോൾ എന്താ നമ്മൾ പറയണ്ടേ. അന്നേരം നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല, നമ്മുടെ വീട്ടുവിശേഷങ്ങൾ തന്നെയുള്ളൂ കേട്ടോ. അന്നേരം എന്താണ്, നമ്മൾ ചിക്കൻ കറിക്കായിട്ട് സവാളയൊക്കെ നല്ലവണ്ണം വഴണ്ടി വന്നപ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും പൊടികളും കൂടെ ഇട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാലിനകത്തൊന്നും അല്ല കേട്ടോ, അല്ലാതെ തേങ്ങാക്കൊത്തിട്ട് നമ്മൾ ചിക്കൻ കറി വയ്ക്കത്തില്ലേ, അതാണ്. പിന്നെ ചിക്കൻ ഞാൻ പുരട്ടി വെച്ചിരിക്കുകയാണ്, മസാലയും ഒക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അന്നേരം കുറച്ച് കിഴങ്ങിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിഴങ്ങിട്ട് കൊടുക്കുന്ന ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ വഴറ്റി ചേർക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കും. ഇത് കണ്ട, പൂസിന് ഒരു കവറ് ബിസ്ക്കറ്റ് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. അവൻ ഓടി അത് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ്. ഒരു ഗ്ലാസ് പാല് വേണമെന്ന് പറഞ്ഞ് മുക്കി തിന്നാൻ കേട്ടോ. അതിന് ഞാൻ അതുകൂടെ കൊടുക്കുകയായിരുന്നു. അന്നേരം ഇനിയിപ്പം ചപ്പാത്തി ഒന്നും കഴിക്കത്തില്ല, ബിസ്ക്കറ്റ് പാലിനകത്ത് മുക്കി തിന്നുകൊണ്ട്
അപ്പൂസ് പോയി കിടന്നുറങ്ങി കേട്ടോ. കാരണം ഇത്രയും ദൂരെയൊക്കെ പോയിട്ട് വന്നപ്പം നല്ല ക്ഷീണമുണ്ട്. ശരിക്കും എനിക്കും ക്ഷീണമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞ് നമ്മുടെ ജോലികളൊക്കെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി ഒരു വീട്ടമ്മ അങ്ങനെയാണല്ലോ അല്ലേ. എത്ര വയ്യെങ്കിലും എത്ര ക്ഷീണമുണ്ടെങ്കിലും നമ്മൾ ആരോടും പറയത്തില്ല. നമ്മുടെ ജോലികളൊക്കെ ചെയ്തിട്ട് നമ്മൾ മാറിപ്പോയി കിടക്കത്തുള്ളൂ. അന്നേരം മക്കളൊക്കെ നമ്മളോട് വന്ന് പറയും, അമ്മേ എനിക്ക് വയ്യ, ഞാൻ കിടക്കാൻ പോവാന്ന്. അന്നേരം നമ്മൾ പറയും പോയി കിടന്നോളാം അല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ ചിക്കനൊക്കെ ഇടാൻ വേണ്ടി സവാളയും കിഴങ്ങും എല്ലാം നല്ലവണ്ണം വഴറ്റി എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അന്നേരം നമുക്കൊക്കെ ഒരു കയ്യളവുണ്ടല്ലേ ഈ കറികളൊക്കെ വെക്കുമ്പോൾ. കാരണം ഡെയിലി നമുക്കിത് തന്നെയാണല്ലോ ജോലി. അതുകൊണ്ട് നമുക്ക് ഒരളവൊന്നുമില്ല, നമ്മളങ്ങ് ഇട്ടോളുവാണല്ലേ. അന്നേരം കറക്റ്റായിരിക്കും അത്. കൂടുതലും കുറവും ഒന്നും വരത്തില്ലല്ലേ. അന്നേരം ഞാൻ ഈ ചിക്കനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയില്ല മുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അന്നേരം കിഴങ്ങ് നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം ഈ കിഴങ്ങ് നിങ്ങൾക്ക് വറുത്ത് വേണമെങ്കിലും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞ് വേകാറാകുമ്പോഴത്തേന് കുറച്ച് കിഴങ്ങെടുത്ത് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വറുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതും നല്ല ടേസ്റ്റാണ്. ഇതിപ്പം ഞാൻ ഇതെല്ലാം കൂടെ വഴറ്റി പൊടികളും എല്ലാം വഴറ്റി ഇട്ട് പിന്നെ നമ്മൾ ചിക്കനും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റണം കേട്ടോ. അന്നേരം ചിക്കനും ഇതിനകത്തേക്കിട്ട് ഒരു 2 മിനിറ്റ് നല്ലവണ്ണം വഴറ്റിയിട്ട് വേണം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി കേട്ടോ. ഈ സമയത്ത് ചേട്ടൻ പുറത്ത് പോയി ബേ ലീഫ് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. നമുക്കിവിടെ നിൽപ്പുണ്ടല്ലോ. പിന്നെ നമ്മളിങ്ങനെയുള്ള മസാലക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ബേ ലീഫ് ഇട്ട് കൊടുക്കും കേട്ടോ. അന്നേരം കറിവേപ്പില ഇട്ടിട്ടില്ല, അത് ബായ്ക്ക് വശത്താണ് നിൽക്കുന്നത് കേട്ടോ. അത് ഞാൻ പറിക്കാനായിട്ട് രാത്രിയായി പോയില്ല. അന്നേരം അതുകൂടി ഇട്ട് കൊടുത്തു. നല്ലവണ്ണം ഒന്ന് വഴറ്റി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഇവിടെ എല്ലാവർക്കും ചപ്പാത്തിയൊക്കെ തിന്നുമ്പോൾ കുറച്ച് ഗ്രേവി വേണം കേട്ടോ. അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ കറി അങ്ങനെ വലിയ ഇഷ്ടമല്ല. അന്നേരം നമ്മൾ ചിക്കനകത്തോട്ട് ഇടാനുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് എടുക്കുവാണ് കേട്ടോ. നമ്മുടെ ചോറൊക്കെ രാവിലെ വെച്ച് ഊറ്റിയിട്ട പോലെ അവിടെ കിടപ്പുണ്ട്, ആരും കഴിച്ചില്ലല്ലോ. അന്നേരം എല്ലാവർക്കും ചിക്കൻ കറി ചപ്പാത്തി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചോറ് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുക്കാൻ പോയില്ല കേട്ടോ. പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയാണല്ലോ രാത്രിയിലൊക്കെ കഴിക്കാൻ നല്ലത്. അങ്ങനെ ഞാൻ തേങ്ങാക്കൊത്ത് ഒക്കെ ഒന്ന് മൂപ്പിക്കാൻ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്കൊരു തുള്ളി മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും തേങ്ങാക്കൊത്ത്. പിന്നെ ഞാൻ 2 കാല് നമ്മൾ ഈ ചിക്കൻ്റെ കാല് വെട്ടത്തില്ല കേട്ടോ, മക്കൾക്ക് വറക്കാനായിട്ട് എടുക്കും. അന്നേരം അപ്പൂസ് ഉറങ്ങിപ്പോയി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാൻ അവർക്ക് 2 പേർ കൂടെ ചിക്കൻ കാല് വറക്കാനായിട്ടും വെച്ചു. പിന്നെ അപ്പൂസിൻ്റെ ചിക്കൻ കാലൊക്കെ രാവിലെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അന്നേരം ഈ തേങ്ങ ഇങ്ങനെ വറുത്ത് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിക്കാണേലും ബീഫ് കറിക്കാണേലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അന്നേരം നമുക്കിവിടെ തേങ്ങ ഉള്ളത് കൊണ്ട് തേങ്ങ ഈ പാല് ഒഴിച്ച് വെക്കുന്ന ചിക്കൻ കറിക്കകത്ത് ഞാൻ തേങ്ങ വറുത്ത് ചേർക്കും കേട്ടോ. അതിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് ഇങ്ങനെ തിളച്ച് വരുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഗ്രേവിയുള്ള കറിയാണ് ഇവിടെ ഇഷ്ടം. നമ്മുടെ ഫോൺ ഈ ഷെൽഫേലാണ് ഇരിക്കുന്നത് കേട്ടോ, അടുക്കളയുടെ. പിന്നെ സ്റ്റാൻഡൊന്നും ഞാൻ രാത്രി ആയതുകൊണ്ട് വെക്കാൻ പോയില്ല. അന്നേരം നമ്മളിനി ചിക്കൻ വറുത്തെടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ 2 കാല് മക്കൾക്കുള്ളത് വറുത്തിട്ട് ബാക്കി കുറച്ച് വറക്കാനായിട്ട് ഞാൻ ഫ്രീസറിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ, നാളെ സ്കൂളിൽ പോകുമ്പോൾ എടുക്കാൻ വേണ്ടി. അങ്ങനെ അവരുടെ ചിക്കൻ കാലും വറുത്ത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട്. അന്നേരം എൻ്റെ കൂട്ടുകാർക്ക് പറയാനുള്ളത് വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം കേട്ടോ. അന്നേരം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാൻ ഇപ്പോൾ ഒരു മൂഡുമില്ല, വീഡിയോ എടുക്കാനും മൂടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസൊക്കെ ഇപ്പം തീരെ കുറവുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ ഇനിയിപ്പം ഞാൻ ഈ ടൈമിൽ കുറച്ച് ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മസാല പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ ചിക്കൻ കറിക്കായിട്ട് ഒന്ന് കടുക് താളിച്ചെടുക്കണം. അന്നേരം ഒരു വറ്റൽമുളക് എടുത്ത് കുറച്ച് ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ്
ചേർത്ത് കടുവും പൊട്ടിച്ചിട്ട് കടുകൂടെ താളിച്ചെടുക്കാം. ചിലർ ചിക്കൻ കറിക്ക് ഒന്നും കടുക് പൊട്ടിക്കത്തില്ല. അന്നേരം ഞാനിങ്ങനെ ഏത് കറിക്കാണെങ്കിലും എനിക്ക് കടുക് താളിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അത് നമ്മൾ ഈ കടുകും വറ്റൽമുളകും ചുമന്നുള്ളിയും എല്ലാം പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ്. അന്നേരം ഞാൻ തന്നെ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേന് കടുകൂടെ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചപ്പാത്തിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അങ്ങനെ വേണ്ട കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറി തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.